ഹായ് ദൃശ്യം 3 തിയേറ്ററുകളിൽ തേരോട്ടം തുടരുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ആഴ്ചയിലാണ് സിനിമ എത്തി നിൽക്കുന്നത്. ഇപ്പോഴും ഗംഭീര കളക്ഷൻ തിയേറ്ററുകളിൽ നിന്ന് വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബുക്ക് മൈ ഷോയിൽ ഇന്നലെയും മണിക്കൂറിൽ പല സമയത്തും 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അതായത് റെക്കോർഡ് തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുകയാണ് ദൃശ്യം 3. ഇന്ന് സിനിമയുടെ 10ാം ദിവസമാണ്. ഇന്നലെ വരെ അതായത് 9 ദിവസം കൊണ്ട് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് എത്ര കോടി കളക്ഷനായി നേടിയെടുത്തു എന്ന് സാക് മിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെത്രയാണ് എന്ന് നോക്കാം. സാക് മിൽക്കിന്റെ കണക്ക് പ്രകാരം 9 ദിവസം കൊണ്ട് സിനിമ നേടിയ കളക്ഷൻ 209 കോടി 8 ലക്ഷം രൂപയാണ്. തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു കളക്ഷൻ എന്ന് തന്നെ പറയാം. ഇന്നലെയും സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 12 കോടിക്ക് അടുത്ത് നേടിയെടുത്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതായത് വെറും 9 ദിവസം കൊണ്ട് 209 കോടി 8 ലക്ഷം രൂപ. ഇന്നലെ സിനിമയ്ക്ക് പ്രീ സെയിലായിട്ട് 2 കോടി 5 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നത് എങ്കിൽ ഇന്നത് 2 കോടി 20 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അപ്പോൾ ഇന്നും വലിയൊരു കളക്ഷൻ നേടിയെടുക്കും. ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 4 കോടി 50 ലക്ഷം രൂപയോളം നേടിയെടുത്തു എന്നാണ് ട്രാക്കേഴ്സ് പറയുന്നത്. അപ്പോൾ ഇന്ന് 5 കോടിയോളം രൂപ നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം. ദൃശ്യം 3യുടെ മറ്റൊരു റെക്കോർഡ്, അതായത് 2026-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ അത് വാഴ 2 ആണ്. വാഴ 2ന്റെ പല റെക്കോർഡുകളും ദൃശ്യം 3 മറികടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. വാഴ 2 വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേടിയ കളക്ഷൻ ദൃശ്യം 3 വെറും 7 ദിവസം കൊണ്ട് തന്നെ മറികടന്നു എന്നുള്ളത് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. അതായത് വിദേശ രാജ്യങ്ങളിൽ വാഴ 2-ന് 100 കോടി നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ദൃശ്യം 3 ആദ്യ ആഴ്ചയിൽ തന്നെ 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കി വാഴ 2-ന് മറികടന്നു. ഇപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ വാഴ 2-ന്റെ കളക്ഷൻ റെക്കോർഡ് ദൃശ്യം 3 മറികടന്നു എന്നുള്ളതാണ്. അത് നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. ഇന്നലെ എല്ലാം മറികടന്നത്, മുൻപ് തന്നെ മറികടന്നു. അതായത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ വാഴ 2 ഇട്ട റെക്കോർഡ് ദൃശ്യം 3 വളരെ സിമ്പിളായി തന്നെ മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ മാത്രമാണ് വാഴ 2-ന് മുൻതൂക്കമുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷനാണ് വാഴ 2 നേടിയെടുത്തത്. അത് മറികടക്കുമോ ദൃശ്യം 3 എന്നുള്ളതാണ് ഇനി നോക്കി കാണാനുള്ളത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലെയും റെക്കോർഡ് ദൃശ്യം 3 വളരെ നിസ്സാരമായി മറികടന്നിരിക്കുന്നു. ദൃശ്യം 3ക്ക് മറ്റൊരു റെക്കോർഡ് കൂടി കിട്ടിയിരിക്കുന്നു. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം സിനിമ 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു. ഈ റെക്കോർഡ് സ്വന്തമാക്കുന്ന മോഹൻലാലിന്റെ 4ാമത്തെ ചിത്രമാണ്. പുലിമുരുകൻ, എമ്പുരാൻ, തുടരും. ഈ 3 സിനിമകളാണ് ഇതിനു മുൻപ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയത്. ഇപ്പോൾ ദൃശ്യം 3 കൂടി ആ കൂട്ടത്തിലേക്ക് ചേരുന്നു. അപ്പോൾ എങ്ങനെ നോക്കിയാലും റെക്കോർഡിന് മേലെ റെക്കോർഡിട്ട് ലാലേട്ടന്റെ ദൃശ്യം 3 മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ നേടിയ കളക്ഷൻ 209 കോടി 8 ലക്ഷം രൂപ. വാഴ 2-ന്റെ ഫൈനൽ കളക്ഷൻ ഈ ഞായറാഴ്ചയോടുകൂടി ദൃശ്യം 3 മറികടക്കും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാത്തിരിക്കാം സിനിമയുടെ ഫൈനൽ കളക്ഷൻ എന്താവും എന്നറിയാനായിട്ട്. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.